ഹലോ നമസ്കാരം, വരയും സൊറയുമിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ സെൽഫ് ഹെൽപ്പ് ബുക്ക് വായിച്ച് നന്നാവാൻ ശ്രമിച്ചൊരു കഥ ഞാൻ പറഞ്ഞുതരാം. ഞാനിങ്ങനെ വളരെ കാഷ്വലായി എല്ലാവരെയും പോലെ പണിയെടുത്ത് പൈസ ഉണ്ടാക്കി, പിന്നെ തിരിച്ച് കിടന്നുറങ്ങി, രാവിലെ എണീറ്റ് വീണ്ടും പണിക്ക് പോയി, തിരിച്ചു വന്ന് അങ്ങനെ ഒരു റുട്ടീനായി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇത് ശരിയാവില്ല, എന്തെങ്കിലും ഡിഫറെൻ്റായി ചെയ്യണമെന്ന്. അങ്ങനെ ഞാൻ 5-6 സെൽഫ് ഹെൽപ്പ് ബുക്കൊക്കെ വായിച്ച് ഒരു ഇൻ്റലക്ച്വൽ തിങ്കിങ്ങിലോട്ട് ഉയരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ വൺ ഓഫ് ദ സെൽഫ് ഹെൽപ്പ് ബുക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ ഡെയിലി കാണുന്ന ആൾക്കാരെ, നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കാൻ പാടില്ല. അവർക്ക് നമ്മൾ ഒരു ഫാമിലി മെമ്പറിനെ പോലെയോ ഒരു ഫ്രണ്ടിനെ പോലെയോ നമ്മളിങ്ങനെ ചെറിയ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുക, എന്തൊക്കെയുണ്ട്, വീട്ടിലാരൊക്കെ ഉണ്ട് എന്നൊക്കെ ചോദിച്ച് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്താൽ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും നമുക്കും അവർക്കും. അതൊരു ഉണർവ് കൊടുക്കും എന്നൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, ഇത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു. എന്നിട്ട് നമ്മൾ നേരെ പോയി, നമുക്ക് സ്ഥിരം പച്ചക്കറി തരുന്ന ഏട്ടൻ, ഒരു ഉന്തുവണ്ടിയിൽ തള്ളിക്കൊണ്ട് പച്ചക്കറി വിൽക്കുന്നൊരു മനുഷ്യനാണ്. മൂപ്പരോട് ഞാൻ ചോദിച്ചു, എന്തൊക്കെയുണ്ട് ഏട്ടാ, സുഖമല്ലേ, വീട്ടിലാരൊക്കെ ഉണ്ട് എന്നൊക്കെ. അപ്പോൾ മൂപ്പര് ഇങ്ങനെ തിരിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു മൂപ്പര് കണ്ണ് നിറഞ്ഞ് തിരിഞ്ഞാണെന്ന്. അപ്പോൾ മൂപ്പര് എന്നിട്ട് എന്നോട് ഹിന്ദിയിൽ പറയാൻ തുടങ്ങി, അല്ല മോനെ, നിനക്ക് പ്രാന്തുണ്ടോ? ഞാനിവിടെ മഴയത്ത് കഷ്ടപ്പെട്ട് എൻ്റെ പച്ചക്കറി ഒക്കെ ഇത് മഴ കൊണ്ട് നശിക്കാതിരിക്കാൻ വേണ്ടി ടാർപോളിൻ കെട്ടിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് വന്ന് സഹായിക്കാൻ നോക്കുക, അതൊന്നുമില്ല. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വീട്ടിൽ ആരുണ്ടെന്ന് അറിഞ്ഞിട്ട് നീ എന്തോ ചെയ്യും, നീ എന്തോ ഉണ്ടാക്കും, നിന്നോട് ഞാൻ എന്താ ഉണ്ടാക്കാൻ വന്ന് എന്നൊക്കെ പറഞ്ഞങ്ങ് തുടങ്ങി. എന്നിട്ട് മൂപ്പര് എന്തായാലും വീട്ടുകാരെ ചോദിച്ചല്ലെന്ന് പറഞ്ഞ് മൂപ്പര് ടാർപ്പായിൻ്റെ ഒരറ്റ അങ്ങ് തന്നു. എന്നിട്ട് മൂപ്പര് ആ ടാർപ്പായും കെട്ടിച്ച്, പിന്നെ അതിന് ശേഷം എന്തായാലും വന്നതല്ലേ, കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് പോകുക, ആദായ വിൽപ്പനയെന്നൊക്കെ പറഞ്ഞ് മൂപ്പര് സെല്ലിങ് നടത്തി. എൻ്റെ കയ്യിൽ ഓൾറെഡി കെട്ടുകണക്കിന് വെറുതെ കിടന്നിക്കുന്ന തക്കാളി കുറച്ചും കൂടെ എനിക്ക് തന്ന്. ആ തക്കാളി ഇപ്പം ഞാൻ എന്ത് ചെയ്യും, എനിക്കൊരു പിടിയില്ല. അപ്പം സെൽഫ് ഹെൽപ്പ് ബുക്ക് വായിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്, പക്ഷേ ഇംപ്ലിമെൻറ്റേഷൻ അറിയാണ്ട് ഇതേപോലെ കണ്ണി കണ്ടവരുടെ അടുത്തൊക്കെ പോയി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നിൽക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.